ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ചക്കക്കുരുവിൻ്റെ സൈഡ് ഡിഷ് റെസിപ്പിയാണ്. ചക്കക്കുരു ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. കുക്കറിലാണ് ചക്കക്കുരു വേവിച്ചെടുക്കുന്നത്. വേകുന്നതിൻ്റെ അനുസരിച്ച് വലിപ്പം കൂട്ടിയോ കുറച്ചോ കട്ട് ചെയ്തെടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുക. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1-2 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. വെന്തതിന് ശേഷം അതിനകത്ത് 2-3 സ്പൂൺ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ഐറ്റം ഒന്നും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. വളരെ കുറച്ച് എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാവുന്നതാണ്. ഇനി ഒരു 8-9 മീഡിയം സൈസ് വെളുത്തുള്ളി ചേർത്ത് ആ പുറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കുക. ഞാനിവിടെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. മുളക് ചൂടായ എണ്ണയിലൊന്ന് വഴറ്റുമ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വീർത്ത് വരും, അത്രയും മതി. ഇനി തിരുമിയ തേങ്ങ ചേർക്കുക. കുറച്ചേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ചക്കക്കുരു ഉള്ളത് കാരണം കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളേ. കൂടെ തന്നെ 1/2 സ്പൂണോളം പെരുംജീരകം ചേർക്കുക. കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുക. ഇതിന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അതായത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാടൊന്നും ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. ആ തേങ്ങയുടെ നനവൊക്കെ ഒന്ന് ഡ്രൈ ആയാൽ മാത്രം മതി. ഒട്ടും ഇത് ബ്രൗൺ ആയി പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ആ പെരുംജീരകമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത്രയും മതി. ഇനി ആ ചട്ടി തന്നെ വെച്ച് കഴിയുമ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് ബ്രൗൺ ആയി പോകും. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഒട്ടും ബ്രൗൺ ആകാതെ ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 10-12 ചെറുള്ളിയാണ് ചേർക്കുന്നത്. സവാളയായാലും മതി. ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കണം. ചക്കക്കുരു ഒക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഉള്ളി ഈ സമയത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്നിട്ടുണ്ട്. ഇനിയും ചക്കക്കുരു ചേർക്കുക. ഒരല്പം വെള്ളമയമൊക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ചേർത്തിളക്കണം. ആ ഉള്ളിയും എണ്ണയും ഒക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോവും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കാം. ഇനി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരച്ചെടുത്തതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആ വെളുത്തുള്ളിയും ആ പെരുംജീരകവും ഒക്കെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടണേ. ഇതെല്ലാം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം തേങ്ങയൊക്കെ ഇങ്ങനെ പിരിപിരാന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. കാരണം ഇത് ഡ്രൈ ആണിപ്പോൾ, അതുകൊണ്ടാണ്. അങ്ങനെ വരെ ഇരിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട്. ഒരുപാട് കോരി ഒഴിക്കരുത്. ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി വെള്ളം ഇങ്ങനെ തളിച്ച ഉടനെ തന്നെ നല്ലവണ്ണം ഒന്ന് ചേർത്തിളക്കുക. ഇപ്പോൾ ഇനി ആ ചക്കക്കുരുവിൽ നല്ലവണ്ണം തേങ്ങയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അതേപോലെ തന്നെ ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് ആ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ചക്കക്കുരുമായിട്ട് നല്ലവണ്ണം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ ആയിട്ട് ഇത് ഉണ്ടാക്കി വെക്കാനായിട്ട് നോക്കണം. വെള്ളം തളിച്ചതിന് ശേഷം ഒരു 20-30 സെക്കൻഡ് നേരത്തെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയേ. ഇപ്പോൾ ഇങ്ങനെ പെരണ്ടിരിക്കും തേങ്ങയെല്ലാം. ലഞ്ചൊക്കെ കഴിക്കുന്നതിന് ഒരു 1 മണിക്കൂർ മുന്നേ എങ്കിലും ഇത് ഉണ്ടാക്കി വെക്കാനായിട്ട് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വെറുതെ കിട്ടുന്ന ചക്കക്കുരു ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ഓണാക്കി വെക്കാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.